ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതൊരു ഹോം മെയ്ഡ് വെജ് ഷവർമയാണ്. വെജ് ഷവർമയല്ല, ഞാൻ കണ്ടുപിടിച്ച ഷവർമയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഷവർമ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് മൈദ. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഏതൊക്കെ എടുത്തതെന്ന് കാണിക്കാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ 3 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നീട് ഒരു ഹാഫ് ക്യാബേജും 2 ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, കാരണം ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചിക്കൻ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യണത്. നമ്മളിതിപ്പോൾ ചിക്കൻ കഴിക്കാത്തവർക്കാണ് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കണം, ചിക്കൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ കൊണ്ടുള്ള ഷവർമ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കാണിച്ചതാണ്. പിന്നീട് എടുത്തത് 2 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, തക്കാളിയും 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം, ഞാൻ ഇപ്പോൾ ഇവിടെ ക്യാപ്സിക്കം എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസാണ്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്, എഗ്ലെസ് മയോണൈസ്. അപ്പോൾ നമുക്ക് ഈ മയോണൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അതിൻ്റെ റെസിപ്പി ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഷവർമ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിടാം, കുറച്ച് മീൻസ് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ചപ്പാത്തിക്ക് കുഴക്കണ വരെ കുഴക്കുന്നുണ്ട്. ഗോതമ്പ് മാവിന് പകരം നമ്മൾ മൈദ എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് മിക്സ് ചെയ്യാം. സാധാരണ ഷവർമയൊക്കെ ഉണ്ടാക്കാൻ കുബൂസാണ് എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ റെസിപ്പിയെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം. ചപ്പാത്തിയിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ റെസിപ്പി കാണിച്ചാൽ. നമുക്ക് അതിലേക്ക് കുറച്ചായി വെള്ളം അടിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണ മാതിരി ഒരു ബോളാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നമ്മളിവിടെ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്നത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം ഷവർമയ്ക്കുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം എത്ര എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് നമുക്ക് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുണ്ട്. ചിക്കൻ മസാല ഞാൻ ഇവിടെ 1 സ്പൂൺ അട്ടിക്കണത്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് മതി. പിന്നെ എന്താ അവിടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ മസാലകളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുന്ന വരെയാണ്. ഞാൻ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ഷവർമയ്ക്കുള്ള മസാല റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ഷവർമയുടെ ചപ്പാത്തി അത് സംഭവം പരത്താം നമുക്ക്. അപ്പോൾ ഇതവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കണം, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ നമ്മൾ നേരത്തെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത എണ്ണേനെ എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ടിട്ട് വഴട്ടാം. നമുക്കിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇടേണ്ടത്. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിലേക്ക് ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളിയും ഇതേമാതിരി ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇനി ഇത് തക്കാളി ഒന്ന് മിക്സായി വരുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതവിടെ നമ്മുടെ തക്കാളി റെഡിയായി വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാബേജ് ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം.
നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി, ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ മസാല നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ക്യാരറ്റൊക്കെ നമ്മൾ അങ്ങനെ ഇട്ടാണല്ലോ, കുറച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത പൊട്ടാറ്റോ ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാലയുടെ ഒരു ലുക്ക്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരിപാടികൾ നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ സാധാ ചപ്പാത്തി പരത്തണമായി പരത്തിയെടുക്കാം, എന്നിട്ട് ചൂടാക്കാം. ഇതെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നമ്മളെ ചപ്പാത്തി വരിക. അപ്പോൾ നമുക്കിതിനെല്ലാം ചുട്ടെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതവിടെ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആദ്യം നമുക്കൊരു ചപ്പാത്തി വെക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫില്ലിങ്, ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമ്മയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ